നിങ്ങളിരിക്കുന്ന പദവി കൊണ്ടാണ് നിങ്ങളെ ബഹുമാനിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന അതേ വാക്കുപയോഗിച്ച് നിങ്ങളെയും തിരിച്ചു പറയാൻ ഞങ്ങൾക്കറിയാം. നിങ്ങൾ അത് തിരിച്ചറിയണം. ഷട്ട് യുവർ ബ്ലഡി മൗത്ത് മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് ഞങ്ങൾക്ക് പറയാൻ അറിയാത്തതല്ല. കേരളത്തിന്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ രൂക്ഷമായ വിമർശനവുമായി എത്തിയിരിക്കുകയാണ് മന്ത്രി മുഹമ്മദ് റിയാസ്. ഷട്ട് യുവർ ബ്ലഡി മൗത്ത് എന്ന റാന്നിയിൽ വെച്ച് നടന്ന നവകേരള സദസ്സിൽ അദ്ദേഹം തുറന്ന് അടിക്കുകയായിരുന്നു. ഇടതുപക്ഷ സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ഗവർണർ നടത്തിയ ആരോപണങ്ങൾക്ക് ചുട്ട മറുപടി എന്ന നിലയിലായിരുന്നു വേദിയിൽ വെച്ച് മുഹമ്മദ് റിയാസ് ഗവർണർക്കെതിരെ പ്രതികരിച്ചത്. നമുക്ക് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വാക്കുകൾ കേൾക്കാം. വിദ്യാഭ്യാസ മേഖലയിലും വർഗീയവൽക്കരണം കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമായി സാഫ്രോണൈസേഷൻ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഗവർണർ ഇന്നലെ നടത്തിയ അതേ പ്രസ്താവന തന്നെ സാഫ്രോണൈസേഷൻ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കാൻ വേണ്ടി കാവ്യവൽക്കരണം വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കി ജനങ്ങളിലെ മതസാഹോദര്യത്തെ തകർക്കുക എന്നുള്ള ലക്ഷ്യം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. ഹിന്ദു മതം മറ്റെല്ലാ മതങ്ങളെയും പോലെ സ്നേഹത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും സഹിഷ്ണുതയുടെയും സാഹോദര്യത്തിന്റെയും സന്ദേശം നൽകുന്ന മതമാണ് ഹിന്ദു മതവിശ്വാസികൾ ഒരിക്കലും മതവർഗീയതയെ അംഗീകരിക്കുന്നവരല്ല. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വർഗീയ വിഷം കുത്തി നാളെ കേരളത്തെയും വർഗീയ കലാപങ്ങളുടെ നാടാക്കി മാറ്റി തീർക്കാൻ സിലബസുകളിൽ വർഗീയവൽക്കരണം ഗവർണറുടെ ഭാഷ കടമെടുത്ത് പറഞ്ഞാൽ സാഫ്രോണൈസേഷൻ കൊണ്ടുവരാൻ വേണ്ടി സർവകലാശാലകളുടെ സെനറ്റിലും മറ്റും ഒരു തരത്തിലുള്ള മെറിറ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന നിലയിലല്ലാത്ത വ്യക്തികളെ RSS കാര്യാലയത്തിൽ നിന്നും എഴുതി കൊടുത്ത പേര് കുത്തി നിറക്കാൻ ചാൻസലർ ശ്രമിച്ചു എന്നുള്ളതാണ് ഗൗരവമേറിയ പ്രശ്നം. ഇവിടെ പൊതുവെ നമ്മൾ പരിശോധിക്കേണ്ടത് ഇത്തരം പദവികളിലിരിക്കുന്നവരെ കേന്ദ്രം ഭരിക്കുന്ന BJP അധികാരം ലഭിക്കാൻ സാധ്യതയില്ലാത്തിടത്തുമൊക്കെ രാഷ്ട്രീയ ഉപകരണമായി ഉപയോഗിക്കുന്നു എന്നുള്ളത് കാണാം. ഗവർണർ പദവിയെയും ആ നിലയിൽ രാഷ്ട്രീയമായി BJP ഉപയോഗിക്കുന്നു എന്നുള്ളത് നേരത്തെ നമ്മുടെ രാജ്യം ചർച്ച ചെയ്യപ്പെട്ടതാണ്. BJP ഇതര സർക്കാരുകളുള്ള സംസ്ഥാനങ്ങളിൽ സംസ്ഥാന സർക്കാരുകളുടെ പ്രവർത്തനത്തെ താളം തെറ്റിക്കാൻ ഗവർണർമാരെ BJP ഉപയോഗിക്കുന്നു. കേരളത്തിൽ നടക്കുന്നത് എന്താണ്? കേരളത്തിന്റെ മതസാഹോദര്യത്തെ തകർക്കാൻ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സാഫ്രോണൈസേഷൻ എന്ന് ഗവർണർ ഇന്നലെ പ്രഖ്യാപിച്ചതുപോലെ മതവർഗീയവൽക്കരണം കാവ്യവൽക്കരണം കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമായി സർവകലാശാലകളിൽ സെനറ്റുകളിൽ RSS നോമിനികളെ കുത്തി തിരികെ കയറ്റുന്നു എന്നുള്ളതാണ് പ്രശ്നം. അത് സ്വാഭാവികമായിട്ട് ചർച്ച ചെയ്യപ്പെടില്ലേ? സ്വാഭാവികമായിട്ട് ചർച്ച ചെയ്യപ്പെടും. കേരളമാകെ അതിനെ എതിർക്കും. കാരണം കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും മതവർഗീയവൽക്കരണത്തിനെതിരാണ്. 970 രൂപം കൊണ്ട SFI എന്ന വിദ്യാർത്ഥി സംഘടന സ്വാഭാവികമായും അതിനെതിരെ പോരാട്ടം നടത്തുന്നു. മറ്റ് പല വിദ്യാർത്ഥി സംഘടനകളും നടത്തുന്നു. മറ്റു പല പ്രസ്ഥാനങ്ങളും ജനങ്ങളും വ്യക്തികളുമൊക്കെ ഇതിൽ പ്രതിഷേധം ഉയർത്തുന്നു. എന്നാൽ ആ പ്രതിഷേധത്തോടെടുക്കുന്ന സമീപനം എന്താണെന്ന് നമുക്കറിയാം. ചാൻസലർ അത്തരം പ്രതിഷേധത്തോടെടുക്കുന്ന സമീപനത്തെ നമ്മൾ കാണുന്നു. ഏത് നിലയിലാണ് അദ്ദേഹം ഇത്തരം സമീപനങ്ങൾ സ്വീകരിച്ചു വരുന്നത്? എന്തൊക്കെ ആക്ഷേപങ്ങളാണ് അതിന്റെ ഭാഗമായി അദ്ദേഹം ഉയർത്തിയത്? കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് നേരെ ഉയർത്തിയ ആക്ഷേപം ചെറുതാണോ? മുഖ്യമന്ത്രി വരുന്ന ജില്ലയെക്കുറിച്ച് അദ്ദേഹം ആക്ഷേപം നടത്തിയില്ലേ? ഐ നോ ദി ബ്ലഡി ഹിസ്റ്ററി ഓഫ് കണ്ണൂർ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്താണ് കണ്ണൂരിന്റെ ചരിത്രം? കണ്ണൂരിന്റെ ചരിത്രം അത്ര മോശമാണോ? കോളനി വിരുദ്ധ പോരാട്ടത്തിനെതിരെ ഉജ്ജ്വലമായ പോരാട്ടം നടത്തി നിരവധി പേർ രക്തസാക്ഷിയായ മണ്ണാണ് കണ്ണൂർ. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ നിർണായക പങ്കുവഹിച്ച മണ്ണാണ് കണ്ണൂർ. എത്രയെത്ര പോരാട്ടങ്ങൾ കണ്ണൂരിൽ കണ്ടു. എന്താണ് മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാന് കണ്ണൂരിനോടും കേരളത്തോടും ഇത്ര വിദ്വേഷം? നിങ്ങളിരിക്കുന്ന പദവി കൊണ്ടാണ് നിങ്ങളെ ബഹുമാനിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന അതേ വാക്കുപയോഗിച്ച് നിങ്ങളെയും തിരിച്ചു പറയാൻ ഞങ്ങൾക്കറിയാം. നിങ്ങൾ അത് തിരിച്ചറിയണം. ഷട്ട് യുവർ ബ്ലഡി മൗത്ത് മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് ഞങ്ങൾക്ക് പറയാൻ അറിയാത്തതല്ല. പക്ഷേ നിങ്ങളിരിക്കുന്ന പദവിയെ ഞങ്ങൾ ബഹുമാനിക്കുന്നു, അതുകൊണ്ടാണ് അത് പറയാത്തത്. അപ്പോ കണ്ണൂരിന്റെ ചരിത്രത്തെ വക്രീകരിച്ച്, കേരളത്തിന്റെ ചരിത്രത്തെ വക്രീകരിച്ച്, മതസാഹോദര്യത്തിന്റെ ചരിത്രത്തെ വക്രീകരിച്ച്, കൊളോണിയൽ വിരുദ്ധ പോരാട്ടത്തിന്റെ ചരിത്രത്തെ തമസ്കരിച്ച് RSS ആഗ്രഹിക്കുന്നത് പോലെ ഈ കേരളത്തിൽ പ്രവർത്തനം നടത്താൻ ആഗ്രഹിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രി ജനിച്ചു വളർന്ന ജില്ലയായ കണ്ണൂരിനെയും ആക്ഷേപിക്കാൻ ആരിഫ് മുഹമ്മദ് ഖാൻ പുറപ്പെട്ടത്. സർക്കാരും ഗവർണറും തമ്മിലുള്ള പ്രതികരണങ്ങൾ, ആരോപണങ്ങൾ ഒക്കെ മൂർധന്യാവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. ആദ്യം മുഖ്യമന്ത്രി ഗവർണർക്കെതിരെ പോരടിച്ചു, പിന്നീട് SFI പ്രവർത്തകർ വന്നു, അതിനിടയിൽ മന്ത്രിമാർ വന്നു. ഇപ്പോ ഏറ്റവും ഒടുവിൽ ഒരു പൊതുവേദിയിൽ വെച്ച് ജനസാഗരങ്ങളെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഗവർണർക്കെതിരെ തുറന്നടിക്കുകയാണ് മുഹമ്മദ് റിയാസ്. അദ്ദേഹത്തിന് പറയാനുള്ളത് ഇത്ര മാത്രമാണ്: ഷട്ട് യുവർ ബ്ലഡി മൗത്ത് മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന്. ഒരു ബാനർ വലിച്ചു കെട്ടിയതിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ നടത്തിയ
കേരളത്തിന്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തനിക്കെതിരെ മന്ത്രി മുഹമ്മദ് റിയാസ് നടത്തിയ ഈ അമർഷത്തിൽ, ഈ ആരോപണത്തിൽ എന്തായിരിക്കും മറുപടി നൽകുവാൻ പോകുക എന്നത് കാത്തിരുന്നു കാണണം.